വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഒട്ടേറെ പരിഷ്കാരങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ 26 സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ യശസ് നേടിയ വിദ്യാഭ്യാസ മേഖലയാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലയുള്ളത് ഞാൻ പറഞ്ഞു, സ്വകാര്യ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയുണ്ട്. ആ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പല രീതിയിൽ പുതിയ തരത്തിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹങ്ങളുണ്ട്. അതിന് തടസ്സം നിൽക്കണോ? വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ അവസരമൊരുക്കി കൊടുക്കുകയല്ല, എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവുക എന്ന് പ്രധാനമാണ്. അപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ മറ്റെല്ലായിടങ്ങളിലുമുള്ള കാര്യം കേരളത്തിൽ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമായി ഞങ്ങൾ നേരിട്ടു. എന്തു ചെയ്യും? വേണ്ടാന്ന് നോക്കണോ? അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങൾ എടുത്തു. അനുവദിക്കുമ്പോൾ കേരളത്തിൻ്റെതായ പ്രത്യേകതകൾ സൂക്ഷിക്കണം. ആ പ്രത്യേകതകളിൽ ഒന്ന്, ആ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യനീതി ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനാവണം. വെറും കച്ചവട മനസ്ഥിതിയോടെ സമീപിക്കുന്ന നില വരരുത്. അതിനുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ടാവുക എന്താണ് പ്രധാനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള റിസർവേഷൻ, അവരുടെ ഫീസ് നിരക്ക്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വ്യവസ്ഥ ചെയ്യപ്പെടണം. അതോടൊപ്പം പൊതുവായ റിസർവേഷൻ, അതുമായും വ്യക്തത ഉണ്ടാക്കണമെന്ന് തന്നെയാണ് കണ്ടത്. ഇത്തരത്തിലുള്ള വ്യക്തതകളോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ബില്ല് തന്നെ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ വരും. ആ ചർച്ചയുടെ ഭാഗമായി തീരുമാനങ്ങളിലേക്കും എത്തും. അപ്പോഴാണ് ബില്ല് പ്രാവർത്തികമാവുക. കിട്ടിപ്പോയൊരവസരം LDF-നെയും സർക്കാരിനെയും ഇതിൻ്റെ ഭാഗമായി ഒന്ന് വിമർശിച്ച് കളയാം എന്ന് കരുതി പുറപ്പെടുന്നവര്, അതൊന്നും LDF-നെയും സർക്കാരിനെയും ബാധിക്കുന്ന കാര്യമല്ല. LDF-ഉം സർക്കാരും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യനീതി അധിഷ്ഠിതമായ കാര്യങ്ങളായിരിക്കും എന്നത് അവർ മനസ്സിലാക്കണം. എന്താണ് അവരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്?